അങ്ങനെ മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ടുണ്ട്. പുതിയ പള്ളികൾ പൊളിക്കാനും അമ്പലങ്ങൾ പണിയാനും. എന്നാൽ അവരത്ര ഹാപ്പി അല്ല. ഇവിടെ തോറ്റവരൊക്കെ മര്യാദയ്ക്ക് മറ്റേ അവലോകനം നടത്തി അടുത്തതിൽ ബെറ്റർ ആവാം എന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ജയിച്ചവരാണെങ്കിൽ ഒരു സൈഡിൽ പോസ്റ്റർ പ്രചാരണവും അടിയും ഇടിയും, മറ്റേ സൈഡിൽ അതൃപ്തിയും കരച്ചിലും കെലിപ്പും. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? മോദി അധികാരത്തിലേറിയത് കാണാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ മന്ത്രിയാവാൻ പോണേ എന്നും പറഞ്ഞ് മീശയും പിരിച്ച് ഒരാൾ പോയത് ഓർമ്മയില്ലേ? ഗോപിജി അവിടെ ചെന്ന് ഇംഗ്ലീഷിലൊക്കെ പറയാനുള്ള സത്യപ്രതിജ്ഞ എഴുതിക്കൊണ്ട് പോയി അവിടെ മാസമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ഇല്ലെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. കണ്ണ് നിറഞ്ഞു പോയില്ലേ ആ മനുഷ്യൻ 2 മന്ത്രിസ്ഥാനവും ചൊൽപ്പടിക്ക് 5 കേന്ദ്രമന്ത്രിമാരും അങ്ങനെ എന്തൊക്കെ മോഹങ്ങളുമായിട്ട് രാഷ്ട്രപതി ഭവനിലോട്ട് പുതിയ മുണ്ട് ഷർട്ടും ഒക്കെ വാങ്ങിച്ചു പോയതാണ്. കൂടെ 5 മന്ത്രിമാരെ പോയിട്ട് സ്വന്തമായിട്ട് പോലും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ഇല്ല. അല്ലെങ്കിൽ ലൈഫ് ഈസ് അൺഫെയർ ഗോപിജി, ഐ നോ ദാറ്റ്. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടുതരണം. അത് പിന്നെയും പിന്നെ ഇങ്ങനെ കാണിക്കില്ലേ, പുള്ളിക്ക് വിഷമവും. അതും പോരാഞ്ഞിട്ട് പുള്ളി ഇവിടെ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ, ഞാൻ തന്നെ ഇവിടെ കില്ലാടി എന്നും പറഞ്ഞിരുന്നപ്പോഴുണ്ട് കേരളത്തിന്റെ 2 കേന്ദ്രമന്ത്രിമാരെന്ന്. തകർന്നു പോയി ആ മനുഷ്യൻ. ആ തകർച്ച പുള്ളിയുടെ വാക്കുകളിൽ വളരെ പ്രകടമായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അല്ല, അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നു. എന്താ പോലും നിങ്ങൾ അങ്ങനെയാ പറയുന്നത്? മീഡിയ ട്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. വാട്ട്സ് റോങ്? എന്തോന്ന് പോലും? ഏത് പോലും ഞാൻ ചോദിച്ചത്? നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് പിന്നെ 8 വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണമെന്ന് താങ്കൾ പറഞ്ഞു. അതല്ല, പിന്നെന്താ സഹമന്ത്രി സ്ഥാനം. അതിന് ആര് പോലും എന്ന് പറഞ്ഞത്? അത് ജിയല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അല്ല, അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നു. എന്താ പോലും? എന്റെ പൊന്നു ജി, പോലും എന്ന് പറയുന്നത് ജി തന്നെയാണ്. ആത്മസംയമനം കൈവെടിയല്ലേ? BJP വരുമ്പോ തന്നെ ജിക്ക് അറിഞ്ഞൂടെ എപ്പോഴെങ്കിലും ഒക്കെ തേയേണ്ടി വരുമെന്ന്? ഇലക്ഷൻ ജയിച്ചതോടെ ഇതുവരെ കിട്ടിയ തേപ്പൊക്കെ അങ്ങ് മറന്ന എന്താ ജി ഇങ്ങനെ കൺട്രോൾ? ഈ ഇടിവെട്ട് സൂര്യനെ അവർക്കറിയില്ല, മനസ്സിലായി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. മാത്രമല്ല എനിക്ക് അത്യാവശ്യമായിട്ട് 2 സിനിമയിൽ അഭിനയിക്കാണ്ട് അതുകൊണ്ട് എനിക്ക് സഹമന്ത്രി ആവാനൊന്നും പറ്റൂല എന്നും ഒരു ടോക്ക്. ഇത് ഗോപിജിയുടെ കാര്യം. ഇതൊക്കെ അങ്ങ് ദൂരെ ഡൽഹിയിൽ നടക്കുമ്പോൾ ഇങ്ങ് തിരുവനന്തപുരത്ത് വേറൊരു ജി ഇലക്ഷൻ തോറ്റതോടെ ഞാൻ പൊതുപ്രവർത്തനം നിർത്താൻ പോണു എന്നും പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടൊരു സെറ്റ് കരച്ചിൽ. ഏതോ മൂത്ത ജി കണ്ടിട്ട് തലക്കിട്ട് തട്ടും കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യടാ പോസ്റ്റ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പോസ്റ്റ് കാണാനില്ല. ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കും? പോസ്റ്റിൽ എഴുതിയിരുന്നത് പുള്ളി തന്റെ 18 വർഷം നീണ്ട പൊതുപ്രവർത്തനമാണ് അവസാനിപ്പിക്കുന്നത്. തോറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ വിധി എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്നൊക്കെയാണ്. ഇത് കണ്ട നാട്ടുകാർ ഇയാൾ ഏത് കാലത്ത് എവിടെയാണ് പൊതുപ്രവർത്തനം നടത്തിയത് എന്ന് കണ്ടെത്താൻ വേണ്ടി 4 വാക്കിന് ചിതറിയോടി. ഇതൊക്കെ കണ്ടിട്ട് ഇവരെയൊക്കെ OP ടിക്കറ്റ് എടുത്ത് ആശുപത്രിയിൽ വിട്ടാലോ എന്ന് കരുതി നിൽക്കുന്ന സാധാരണ നാട്ടുകാർ ഞാനും. ശുഭം.